ഹരി ഓം. കുട്ടികളെ, നമുക്ക് കഥ തുടരാം. ശ്രീരാമൻ നിത്യവും രാവിലെ കുളിച്ച് സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്ത് മാതാപിതാക്കളെ നമസ്കരിക്കും. പിന്നീട് അനുജന്മാരോടൊപ്പം രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യും. ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും കേൾക്കുകയും പഠിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കൃത്യമായ ദിനചര്യകളോടെ വാഴുന്ന കാലം. ഒരു ദിവസം മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. ദശരഥൻ വസിഷ്ഠനോടൊപ്പം ചെന്ന് വിശ്വാമിത്രനെ യഥാവിധി പൂജിച്ചു സൽക്കരിച്ചു. ദശരഥൻ വിശ്വാമിത്രനോട് പറഞ്ഞു, തപോനിധി, അങ്ങ് എഴുന്നള്ളിയതു മൂലം ഈ ദേശം ധന്യമായി, എൻ്റെ ജന്മം സഫലമായി. അങ്ങ് എന്ത് കാര്യത്തിനായാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്ന് പറഞ്ഞാലും എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ മടി കൂടാതെ ചെയ്യാം. ഇത് കേട്ട വിശ്വാമിത്രൻ ദശരഥനോട് പറഞ്ഞു, അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ കുലത്തിന് ചേർന്നത് തന്നെ. ഞാൻ സന്തുഷ്ടനായി. അമാവാസി തോറും പിതൃപ്രീതിക്കായി ഞാൻ നടത്തുന്ന യാഗം മുടക്കുന്ന മാരീചൻ, സുബാഹു തുടങ്ങിയ രാക്ഷസരെയും അവരുടെ സഹായികളെയും വധിച്ച് യാഗത്തെ രക്ഷിക്കാൻ അങ്ങ് ശ്രീരാമദേവനെ എൻ്റെ കൂടെ അയക്കണം. അങ്ങയ്ക്ക് നല്ലത് വരട്ടെ. ഇത് കേട്ട ദശരഥ മഹാരാജാവ് വളരെ ദുഃഖിതനായി. അദ്ദേഹം വസിഷ്ഠനോടായി പറഞ്ഞു, ഗുരു, എങ്ങനെയാണ് ഇത്രയും ആഗ്രഹിച്ചുണ്ടായ രാമദേവനെ വിശ്വാമിത്രനോടൊപ്പം രാക്ഷസരെ നേരിടുന്നതിനായി അയക്കാൻ കഴിയുക? രാമനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല. രാമനെ പിരിഞ്ഞാൽ ഞാൻ മരിക്കും തീർച്ച. രാമനെ കൊടുക്കാഞ്ഞാൽ വിശ്വാമിത്രൻ്റെ ശാപം ഈ കുലത്തെ മുഴുവൻ നശിപ്പിക്കും. എന്താണ് ചെയ്യേണ്ടത്? വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ. ഗുരു, അങ്ങ് ഒരു പോംവഴി പറഞ്ഞു തരൂ. ഇത് കേട്ട വസിഷ്ഠ മഹർഷി ദശരഥനോട് പറഞ്ഞു, ഹേ രാജാവേ, ഒട്ടും ഭയപ്പെടേണ്ട. രാമൻ കേവലം മനുഷ്യനല്ല. സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന അനുസരിച്ച് മഹാവിഷ്ണു തന്നെയാണ് രാമനായി അങ്ങയുടെ മകനായി അവതരിച്ചിട്ടുള്ളത്. അങ്ങ് കശ്യപ പ്രജാപതിയായിരുന്നു. കൗസല്യാദേവി അതിഥിയും. ഭഗവാൻ പുത്രനായി പിറക്കണം എന്നാഗ്രഹിച്ച് തപസ്സു ചെയ്ത നിങ്ങൾക്ക് പുത്രനായി പിറന്നതാണ് രാമൻ. ലക്ഷ്മണനാകട്ടെ ഭഗവാന്റെ തൽപ്പമായ അനന്തനും. ശംഖുചക്രങ്ങളാണ് ഭരതശത്രുഘ്നന്മാരായി പിറന്നിരിക്കുന്നത്. യോഗമായാദേവി മിഥിലയിൽ ജനകന്റെ മകളായി ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിൽ ചേരാനുള്ള ഒരു വഴി കൂടിയാണ് വിശ്വാമിത്രാഗമനം. ഇത് കേട്ട ദശരഥൻ സന്തോഷപൂർവ്വം കുമാരന്മാരെ വിശ്വാമിത്രന് നൽകി. രാമലക്ഷ്മണന്മാർ മാതാപിതാക്കളെയും ഗുരുവിനെയും വന്ദിച്ച് വിശ്വാമിത്രൻ്റെ കൂടെ പുറപ്പെട്ടു. വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും കാട്ടിലൂടെ നടന്നു. നടക്കുമ്പോൾ ധാരാളം കഥകൾ വിശ്വാമിത്രൻ കുമാരന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ഓരോ സ്ഥലവും കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കഥകൾ, ചരിത്രങ്ങൾ, അങ്ങനെ ഉല്ലാസത്തോടുകൂടി വിശ്വാമിത്രനും കുമാരന്മാരും നടന്നു. അതിനിടയിൽ അവർക്ക് വിശപ്പും ദാഹവും ഇല്ലാതിരിക്കുന്നതിനായി ബല, അതിബല എന്നിങ്ങനെയുള്ള വിദ്യകൾ പറഞ്ഞുകൊടുത്തു. വിശ്വാമിത്രൻ കുമാരന്മാർക്ക് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു. അങ്ങനെ കാട്ടിലൂടെ നടന്ന് പുഴയും കാട്ടരുവികളും മലകളും മൃഗങ്ങളും ഒക്കെയായി കാടിൻ്റെ സൗന്ദര്യം തൊട്ടറിഞ്ഞ് ആസ്വദിച്ച് സ്ഥലങ്ങളെപ്പറ്റിയും വൃക്ഷങ്ങളെപ്പറ്റിയും പക്ഷികളെക്കുറിച്ചും ഒക്കെ പഠിച്ച് ഒരു രസകരമായ യാത്ര. കുട്ടികളെ, രാമായണ യാത്ര നമുക്കും തുടരാം.